ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേ. വാണിയിടുക നാരദമിന്നുടെ നാവു തന്മേൽ പാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയെ മുതാ നാവിന്മേൽ നടനം ചെയ്യണം കാനനേ യഥാ കാനനേ ദിഗംബരൻ. വാരിജോദ്ഭവമുഖ വാരിജവാസേ ബാലേ വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ ആരാധേ സലക്ഷണം മേന്മേൽ മംഗലശീലേ. വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കേണം. കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. കഴിഞ്ഞ ആഴ്ച എല്ലാവർക്കും അയോധ്യ ഭൂമിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മള് ഡോക്ടർ ജിയുടെ വീട്ടിലിരുന്നു കൊണ്ടായിരുന്നു അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. ഇന്ന് ഒട്ടും വൈകാതെ തന്നെ ഒരു ഡിലേയും വരുത്താതെ ഡോക്ടർ ജി നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ കാണാനും നമുക്ക് ഡോക്ടർ ജിയെ കാണാനും വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ സൂമെല്ലാം പ്ലാറ്റ്ഫോം എല്ലാം റെഡിയാക്കി വെച്ചു. ഞങ്ങളിന്ന് ട്രയൽ എല്ലാം നോക്കി, ഇന്നലെ കാര്യങ്ങളെല്ലാം നോക്കി. ഇന്ന് നമ്മൾ വീണ്ടും ശ്രീരാമചന്ദ്രന്റെ മഹിമകളെ അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രന്റെ പ്രത്യക്ഷ ഉദ്ദേശത്തെ, നമ്മുടെ മുന്നിൽ പ്രത്യക്ഷനായത് എന്തിനാണെന്നുള്ള ഉദ്ദേശത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. എന്തുകൊണ്ട് ശ്രീരാമചന്ദ്രൻ ഒരു രാജാവായി ഒരു ക്ഷത്രിയനായി അവതരിച്ചു നമ്മുടെ മുന്നിൽ എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് നമ്മൾ എന്ത് പറയും? ഉത്തരം എന്ത് പറയും? എന്തെങ്കിലുമൊക്കെ പറയൂ പെട്ടെന്ന് തന്നെ. ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം കാണിച്ചു തരാൻ. ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം എന്ന് കാണിച്ചു തരാൻ. വെരി ഗുഡ്. പിന്നെ മര്യാദ പുരുഷോത്തമൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കാണിച്ചു. മര്യാദ പുരുഷോത്തമൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. വെരി ഗുഡ്, വാലിഡ് പോയിന്റ്. പിന്നെ ഇനി വെറുതെ പറഞ്ഞോളൂ. സുമാലി പറയൂ. വെറുതെ മൈക്ക് മ്യൂട്ടാണ്. അതെ, സുമായിയുടെ മൈക്ക് മ്യൂട്ടാണ്. പറയൂ വിദ്യാജി, എന്തുണ്ട് പറയാൻ? പറയൂ. രാവണനെ നിഗ്രഹിക്കുക എന്നുള്ളത്. രാവണനെ നിഗ്രഹിക്കുക. ഓക്കെ, വെരി ഗുഡ്. വരട്ടെ അതേപോലെ പോയിന്റുകൾ. ഡോക്ടർ ജി, മണിലാൽ ചില ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ആവർത്തിക്കണം. ശ്രീരാമചന്ദ്രൻ നമ്മുടെ മുന്നിൽ ഒരു ക്ഷത്രിയനായി ഒരു രാജാവായി അവതരിച്ചതിന്റെ ഉദ്ദേശം എന്താണ്?
ക്ഷത്രിയനെ അവതരിച്ചത് നമുക്ക് മനുഷ്യർക്കൊപ്പം നിന്ന് മനുഷ്യനെ പഠിപ്പിക്കാനും ജീവിക്കാനും അതിനെ മനസ്സിലാക്കാനും വേണ്ടിയാണ്. ഇല്ല മനുഷ്യനായിട്ട് ക്ഷത്രിയനായിട്ട് വരേണ്ട കാര്യമില്ലല്ലോ. ഇല്ല. സിസ്റ്റം കൊളാപ്സ് ആവുമ്പോൾ ഭഗവാൻ തന്നെ നേരിട്ട് വരും, റീ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇത് ഭഗവാന്റെ മറ്റൊരു എന്താ പറയുന്നത്, മറ്റൊരു ഓപ്പറേഷൻ പ്രോസസ്സാണ്. സിസ്റ്റം കൊളാപ്സ് ആവുമ്പോൾ ഒരു രാജാവ് എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു പതിവ്രതയുടെ ഭർത്താവ് എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു സഹോദരൻ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ലോകത്തിന് മാതൃക എങ്ങനെയായിരിക്കണം. ഭഗവത്ഗീതയില് 3-ാമത്തെ അധ്യായത്തില് 21-ാമത്തെ ശ്ലോകത്തിലോട്ട് നമ്മൾ പോകും. ഭഗവത്ഗീത 3-ാമത്തെ അധ്യായം 21-ാമത്തെ ശ്ലോകം. എടുത്തോ? 3.21 എടുത്തോ? ആചരതി ശ്രേഷ്ഠ. മാതാജി എടുത്തെങ്കിൽ വായിച്ചോളൂ. വായിച്ചോളൂ. 3-ാമത്തെ അധ്യായത്തില് 21-ാമത്തെ ശ്ലോകം. സ്മിത മാതാജി അത് വായിച്ചോളൂ. പേജ് നമ്പർ എന്റെ പഴയ ഭഗവത്ഗീതയാണ്. 21. 3-ാമത്തതില് 21. 3-ാമത്തതിൽ 21. സ്മിത മാതാജി എടുത്ത് വായിച്ചോളൂ. ആചരതി ശ്രേഷ്ഠ തദ്ദേവേതരോ ജനഃ സ യത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. വിവർത്തനം കൂടെ. ഒരു ശ്രേഷ്ഠനായ വ്യക്തി എന്തു തന്നെ ചെയ്താലും സാധാരണ ജനങ്ങൾ അദ്ദേഹത്തെ അനുകരിക്കുന്നു. മാതൃകാപരങ്ങളായ പ്രവർത്തികളിൽ അദ്ദേഹം സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങളെ ലോകമൊട്ടാകെ ആദരിക്കുന്നു. അതുകൊണ്ടാണ് ത്രേതായുഗത്തിൽ നടന്ന ശ്രീരാമചന്ദ്രന്റെ ഭരണകർത്തവ്യം അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രന്റെ ഗുണഗണങ്ങള് ഇന്ന് കലിയുഗത്തിലും നമ്മൾ ഓർമ്മിക്കുന്നത്, കീർത്തിക്കുന്നു. ആചരതി ശ്രേഷ്ഠ തദ്ദേവതരോ ജന സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. ഒരു ശ്രേഷ്ഠനായ വ്യക്തി എന്തു തന്നെ ചെയ്താലും സാധാരണ ജനങ്ങൾ അദ്ദേഹത്തെ അനുകരിക്കുന്നു. മാതൃകാപരങ്ങളായ പ്രവൃത്തികളിൽ അദ്ദേഹം സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങളെ ലോകമൊട്ടാകെ ആദരിക്കുന്നു. അപ്പൊ ഒരു ശ്രേഷ്ഠനായ വ്യക്തിയുടെ ക്വാളിഫിക്കേഷൻ പറയുന്നു. ഒരു ശ്രേഷ്ഠമായ സ്ഥാനത്ത് ഒരു വ്യക്തി ഇരിക്കണമെങ്കിൽ ആ വ്യക്തി ശ്രേഷ്ഠൻ ആകണം എന്നുകൂടി ഇവിടെ സൂചിപ്പിക്കുന്നു. ആ വ്യക്തി ശ്രേഷ്ഠനല്ലെങ്കിൽ അദ്ദേഹത്തിന് തൻ്റെ ജനങ്ങളെ ശരിയായ രീതിയിൽ നയിക്കാൻ പറ്റില്ല. അതാണ് ഇന്ന് കലിയുഗത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. എല്ലാത്തിനും യോഗ്യതയുണ്ട്, പക്ഷേ ജനാധിപത്യത്തിന്റെ മറ്റൊരു അപചയമാണ്. എല്ലാ കാര്യങ്ങൾക്കും യോഗ്യതയുണ്ട്. ഒരു ഡോക്ടർ ആവാൻ യോഗ്യത വേണം, ഒരു പ്രൊഫസർ ആവാൻ യോഗ്യത വേണം, ഒരു എന്താണെങ്കിലും ഏതൊരു തരത്തിൽ പോകുകയാണെങ്കിലും അതിനെല്ലാം ഒരു പർട്ടിക്കുലർ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. അതേസമയം ജനാധിപത്യ സമ്പ്രദായത്തില് ഒരു മുഖ്യമന്ത്രി ആവണമെന്നുണ്ടെങ്കിൽ ഒരു യോഗ്യതയും വേണ്ട. അങ്ങനെ യാതൊരു ശ്രേഷ്ഠതയും ഇല്ലാത്ത ഒരു വ്യക്തി ആ ശ്രേഷ്ഠമായ സ്ഥാനത്തിരിക്കുമ്പോൾ
ആ സ്ഥാനത്തിന്റെ ശ്രേഷ്ഠത തിരിച്ചറിയാതാവുകയും രാജ്യത്ത് കറപ്ഷൻസ്, ചതികള്, വഞ്ചനകള്, കൊള്ളകൾ നടക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ ഒരു സിസ്റ്റം അല്ല വേണ്ടത് എന്ന് ശ്രീരാമചന്ദ്രൻ നമ്മളെ കാണിക്കുന്നു. നമ്മൾ പണ്ടുള്ളവർ പറഞ്ഞു കേൾക്കാം, മുമ്പേ ഗമിക്കും ഗോവുതൻ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം. പഠിച്ചിട്ടില്ലേ നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട്, ഡോക്ടർ ജി കണ്ടിട്ടില്ലേ? പണ്ട് നമ്മള് റോഡിൽ നോക്കുമ്പം ഈ പശുക്കളൊക്കെ കൂട്ടം കൂട്ടമായിട്ട് കൊണ്ടുപോകുന്ന കാണാം. ഈ പശുക്കളുടെ ഈ കൂട്ടത്തിന്റെ ഏറ്റവും മുമ്പിൽ സിംഗിൾ ആയിട്ട് ഒരു പശു പോകുന്ന കാണാം. ഈ പശുവാണ്, അതെ, ഈ പശുവാണ് ആ റോഡിനെ ഈ മറ്റു പശുക്കളെല്ലാം ഡയറക്റ്റ് ചെയ്യുന്നത്. ഈ പശുവിന്റെ ഡയറക്ഷൻ റോങ് ആണെങ്കിൽ എന്ത് പറ്റും? എല്ലാം റോങ് ആയിട്ട് പോകും. അവിടെയാണ് ഒരു ഭരണകർത്താവ് എങ്ങനെ ആയിരിക്കണം എന്ന് കൃത്യമായിട്ട് പറയും. തന്റെ രാജ്യത്ത് അധർമ്മം ഉണ്ടാകാൻ പാടില്ല. അധർമ്മം ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ധർമ്മിഷ്ഠനായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ക്ഷത്രിയനാണ്, ഞാൻ രാജാവാണ്, എന്നിൽ സംശയം ഉണ്ടാകാൻ പാടില്ല. അപ്പോഴാണ് സീതാദേവിയെ സംശയിച്ചിട്ട് പോലും വെറുതെ ഒരു അടക്കുകാരൻ പറഞ്ഞത് കൊണ്ടാണ് സീതാദേവി ഉപേക്ഷിച്ചത്. കാര്യം ആ സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് അത് ചെയ്തിരിക്കണം. അതാണ് അവിടെ കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ സ്വന്തം അനുജൻ ആരാണ്? ബാലി അല്ലേ? ജ്യേഷ്ഠനല്ലേ സുഗ്രീവൻ? അല്ലേ? കേൾക്കുന്നുണ്ടോ? ആ, ജ്യേഷ്ഠനല്ലേ സുഗ്രീവൻ? അപ്പം എനിക്കറിയില്ല. ബാലി ജ്യേഷ്ഠൻ ആരായിരുന്നു? ബാലിയാണ് ജ്യേഷ്ഠൻ, സുഗ്രീവൻ അനുജൻ. ഓക്കെ. ബാലി എന്തിനാ വധിച്ചത്? സുഗ്രീവന്റെ രാജ്യം കൈയടക്കി. രാജ്യം മാത്രമാണോ? ഭാര്യയുണ്ട് തോന്നുന്നു. ആ, ധർമ്മത്തിന് അവിടെ ചുതി സംഭവിച്ചു. സഹോദരന്റെ ഭാര്യ അമ്മയ്ക്ക് തുല്യമാണ്. അപ്പോൾ രാജ്യത്ത് ഒരധർമ്മം വരാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ശ്രീരാമചന്ദ്രനും ബാലിയുമായിട്ട് യാതൊരു വൈരാഗ്യവുമില്ല. അതുകൊണ്ടാണ് ബാലി ചോദിക്കുന്നത്, പ്രഭോ എന്നോട് എന്തിന് ഈ ചതി ചെയ്തു എന്നുള്ളത്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ പറയും, ഞാനല്ല ചതി ചെയ്തത്, നീ അധർമ്മം കാണിച്ചു, നീ രാജ്യം എടുക്കുന്നത് പോകട്ടെ, പക്ഷേ നിന്റെ സഹോദരന്റെ ഭാര്യയെ കൂടെ നീ കൊണ്ടുപോയി, ശരിയാണോ ചെയ്തത്? അങ്ങനെ ബാലി ഭഗവാന്റെ മുന്നിൽ സറണ്ടർ ചെയ്യുകയും ബാലി ഭഗവാനെ ശ്രീരാമൻ ബാലി ശ്രീരാമനെ എന്തെങ്കിലും പറയുന്നുണ്ടോ? കൈ പൊക്കണേ, അല്ലെങ്കിൽ മ്യൂട്ട് ആക്കണം. ഇങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ കൈ പൊക്കണം. ഞാൻ കേൾക്കുന്നില്ല. ഹരേ കൃഷ്ണ. ഓക്കെ, എന്നോടല്ല. ഓക്കെ. ബാലി അങ്ങനെ ഭഗവാന്റെ മുന്നിൽ ശരണാഗതി പ്രാപിച്ചു. അങ്ങനെ ബാലി ശ്രീരാമചന്ദ്രനെ സ്തുതിക്കുകയാണ്. ഭക്ത്യാജവിച്ചു മാം ധ്യാനിച്ചു മൗനിയായി വ്യക്തവാസം നാഗവല്ലിതലാതിയും. അതാണോ ചെയ്തത്? ബാലി സുഗ്രീവധമാണോ ഞാൻ എടുത്തത്? ഒരു മിനിറ്റ്, സോറി, ബാലി സുഗ്രീവധമല്ല എടുത്തത്. ഒരു മിനിറ്റ്. സാക്ഷാൽ മഹായോഗിനാമപി ദുർലഭം മോക്ഷപ്രദം തവ ദർശനം ശ്രീപതേ. ശ്രീരാമചന്ദ്രനെ കാണുന്നത് എന്താണ്? അതിന്റെ മഹിമ. ശ്രീരാമചന്ദ്രനെ കണ്ടാലുള്ള, ദർശനം ലഭിച്ചാലുള്ള സൗഭാഗ്യം പറയുകയാണ്. സാക്ഷാൽ മഹായോഗിനാമപി ദുർലഭം മോക്ഷപ്രദം തവ ദർശനം ശ്രീപതേ.
നിൻ തിരുനാമം മരിപ്പാൻ തുടങ്ങുമ്പോൾ സന്താപം ഉൾക്കൊണ്ടു ചൊല്ലും പുരുഷന് മോക്ഷം ലഭിക്കുന്നിതാകയാൽ ഇന്നുമേ സാക്ഷാൽ പുരസ്ഥിതനായ ഭഗവാനേ. നിൻ തിരുനാമം മരിപ്പാൻ തുടങ്ങുമ്പോൾ സന്താപം ഉൾക്കൊണ്ടു ചൊല്ലും പുരുഷന് മോക്ഷം ലഭിക്കുന്നിതാകയാൽ ഇന്നുമേ സാക്ഷാൽ പുരസ്ഥിതനായ ഭഗവാനേ. കണ്ടുകണ്ടമ്പോടു നിന്നുടെ സായകം കൊണ്ടുമരിപ്പാൻ അവകാശമിക്കാലം ഉണ്ടായതെന്നുട ഭാഗ്യം അവിരേകം അതുണ്ടോ പലർക്കും ലഭിക്കുന്നതീശ്വര. നാരായണൻ നിൻ തിരുവടി ജാനകിതാരിൽ മാതാവായ രശ്മി ഭഗവതി ഭക്തികണ്ഠൻ തന്നെ നിഗ്രഹിപ്പാനാശു പന്തിന്തരഥാത്മജനായി ജനിച്ചു ഭവാൻ. പത്മജൻ മുന്നമർത്തിക്കയാലെന്നതും പത്മവിലോചന ഞാനറിഞ്ഞിടിനേ. ബാലി അങ്ങനെ പ്രാർത്ഥിച്ച് പറയുകയാണ്, ഭഗവാനെ, അങ്ങയുടെ ദർശനം മരണസമയത്ത് കിട്ടുക എന്നുള്ളത് വളരെ സൗഭാഗ്യമാണ്. ഇപ്പം സത്സംഗത്തിന്റെ മഹിമയും ഭാഗവത കഥകൾ ശ്രവിക്കുന്നതിന്റെ ഗുണവും സാധുസംഘം കൊണ്ടെന്നുള്ള പ്രാധാന്യവും ബാലി ഇവിടെ അവസാനം ശ്രീരാമചന്ദ്രനെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. അങ്ങനെ നമ്മള് കിഷ്കിന്ധാകാന്ഡത്തിലൂടെ പോയി നമ്മള് ഇന്ന് ശ്രീരാമനെ ശ്രീലങ്കയിൽ എത്തിക്കും. അപ്പം അതിനു മുമ്പായിട്ട് ആ PDF പേജ് എല്ലാവരും പ്രിന്റ് ഔട്ട് എടുത്തിട്ടുണ്ടല്ലോ. നമ്മൾ എത്ര വരെയാ വായിച്ചു നിർത്തിയത്? ലീലകളാണ് വായിക്കേണ്ടത്. ഇനി ലീലകളാണ് വായിക്കേണ്ടത്. വരും. ലീലകൾ വായിച്ചില്ല നമ്മള്? ഇല്ല. ഓക്കെ, ലീലകൾ പെട്ടെന്ന് വായിച്ചു സ്മിതമായി ഒന്ന് ഓടിച്ചു വായിക്കും. പെട്ടെന്ന് വായിക്കും. ഞാൻ വായിച്ചു കഴിഞ്ഞു. പരമപുരുഷനായ ശ്രീരാമചന്ദ്രന്റെ ലീലകൾ. മഹാരാജ കട്വാങ്കന്റെ വംശത്തിൽ ഭഗവാൻ രാമചന്ദ്രൻ വന്ന് പിറന്നത് എങ്ങനെയാണെന്ന് ഈ അധ്യായം വർണ്ണിക്കുന്നു. അദ്ദേഹം രാവണനെ കൊന്നതും തലസ്ഥാനമായ അയോധ്യയിലേക്ക് മടങ്ങി വന്നതും ഉൾപ്പെടെയുള്ള മറ്റു ചരിത്രങ്ങളും വർണ്ണിക്കുന്നുണ്ട്. മഹാരാജ കട്വാങ്കന്റെ മകൻ ദീർഘബാഹുവും അദ്ദേഹത്തിന്റെ പുത്രൻ രഘുവുമായിരുന്നു. രഘുവിന്റെ പുത്രൻ അജൻ, അജപുത്രൻ ദശരഥൻ. ഭഗവാൻ രാമചന്ദ്രൻ ദശരഥ പുത്രനായിരുന്നു. തന്റെ ചതുർവിധ വിസ്താരങ്ങളായി ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നിവരുടെ രൂപത്തിൽ ഭഗവാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ പരമസത്യത്തെക്കുറിച്ച് കൃത്യമായി അറിവുള്ള വാൽമീകിയെ പോലുള്ള മഹാമുനിമാർ അദ്ദേഹത്തിന്റെ ദിവ്യ ലീലകൾ വർണ്ണിച്ചു. ശ്രീല ശുകദേവ ഗോസ്വാമി ഈ ലീലകളെ ചുരുക്കി വിവരിക്കുന്നു. രാമചന്ദ്രൻ വിശ്വാമിത്രനോടൊപ്പം പോയി മാരീചനെ പോലുള്ള രാക്ഷസന്മാരെ കൊന്നു. ബൃഹത്തും ബലമേറിയതുമായ ഹരധനു എന്ന വില്ലൊടിച്ച് സീതാദേവിയെ വേൾക്കുകയും പരശുരാമന്റെ അഹങ്കാരം ശമിപ്പിക്കുകയും ചെയ്തു. പിതാവിന്റെ ആജ്ഞ അനുസരിക്കാനായി സീതാലക്ഷ്മണന്മാരാൽ അനുഗതനായി അദ്ദേഹം കാടകം പൂകി. അവിടെ വെച്ച് അദ്ദേഹം ശൂർപ്പണഖയുടെ നാസിക ഛേദിക്കുകയും ഖരദൂഷന്മാരുടെ നേതൃത്വത്തിലുള്ള രാവണാനുചരന്മാരെ വധിക്കുകയും ചെയ്തു. രാവണൻ സീതാദേവിയെ അപഹരിച്ച് അയാളുടെ ദൗർഭാഗ്യത്തിനു നാന്ദി കുറിച്ചു. മാരീചൻ സ്വർണമാനിന്റെ രൂപത്തിൽ വന്നപ്പോൾ സീതാദേവിയെ സന്തോഷിപ്പിക്കാനായി ശ്രീരാമൻ അതിനെ പിടിക്കാൻ പുറപ്പെട്ടു. പക്ഷെ അപ്പോൾ ഭഗവാന്റെ അസാന്നിധ്യം മുതലാക്കി രാവണൻ സീതയെ അപഹരിച്ചു. സീതാദേവിയെ കാണാഞ്ഞ് ലക്ഷ്മണന്റെ ഒപ്പം ശ്രീരാമൻ വനത്തിലുടനീളം തിരഞ്ഞു. തിരച്ചിലിനിടയിൽ അവർ ജടായുവിനെ കണ്ടുമുട്ടി. പിന്നീട് ഭഗവാൻ കബന്ധൻ എന്ന ഭീകര ജന്തുവിനെ കൊന്നു. ബലിയെ കൊന്ന് സുഗ്രീവനുമായി സഖ്യം ചെയ്തു. വാനരന്മാരെ സംഘടിപ്പിച്ച് സേനാബലമുണ്ടാക്കിയ ശ്രീരാമൻ അവരുമായി കടൽ തീരത്ത് എത്തുകയും
സമുദ്രൻ എന്ന സാഗരദേവനെ കാത്തിരിക്കുകയും ചെയ്തു. സമുദ്രൻ വന്നെത്താഞ്ഞപ്പോൾ സാഗരത്തിന് യജമാനനായ ഭഗവാൻ കുപിതനായി. അപ്പോൾ സമുദ്രൻ ഓടിപ്പിടഞ്ഞ് എത്തുകയും എന്ത് സഹായവും ചെയ്യാമെന്ന് പറഞ്ഞ് ശരണാഗതനാകുകയും ചെയ്തു. അതിനുശേഷം ഭഗവാൻ സേതുബന്ധനം നടത്തി പാലം പണിതു. വിഭീഷണന്റെ ഉപദേശം സ്വീകരിച്ച് രാവണ രാജാധികനായ ലങ്കയെ ആക്രമിച്ചു. നേരത്തെ തന്നെ ഭഗവാന്റെ നിത്യസേവകനായ ഹനുമാൻ ലങ്കയെ തീ കൊളുത്തുകയുണ്ടായി. ഇപ്പോഴാകട്ടെ ലക്ഷ്മണന്റെ സഹായത്തോടെ രാമന്റെ സൈന്യം എല്ലാ അസുര യോദ്ധാക്കളെയും കൊന്നൊടുക്കി. ശ്രീരാമചന്ദ്രൻ നേരിട്ട് രാവണനെയും വധിച്ചു. മണ്ഡോദരിയും സപത്നിമാരും രാവണന് വേണ്ടി വിലപിച്ചു. ശ്രീരാമന്റെ ആജ്ഞയനുസരിച്ച് വിഭീഷണൻ മരിച്ചുപോയ എല്ലാ കുടുംബാംഗങ്ങളുടെയും സംസ്കാര കർമ്മങ്ങൾ നിർവഹിച്ചു. ശ്രീരാമൻ വിഭീഷണന് രംഗ ഭരിക്കാനുള്ള അധികാരവും ദീർഘായുസ്സും നൽകി. ഭഗവാൻ സീതാദേവിയെ അശോകവനത്തിൽ നിന്ന് മോചിപ്പിക്കുകയും പുഷ്പക വിമാനത്തിലേറി തന്റെ തലസ്ഥാനമായ അയോധ്യയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ അനുജൻ ഭരതൻ ശ്രീരാമനെ എതിരേറ്റു. ശ്രീരാമൻ അയോധ്യാപുരിയിൽ പ്രവേശിച്ചപ്പോൾ ഭരതൻ ജ്യേഷ്ഠന്റെ മെതിയടികൾ കൊണ്ടുവന്നു. വിഭീഷണനും സുഗ്രീവനും വെഞ്ചാമരവും വീശുറിയുമേന്തി. ഹനുമാൻ വെൺകൊറ്റക്കുട പിടിച്ചു. ശത്രുഘ്നൻ ഭഗവാന്റെ വില്ല് 2 ശരവും കയ്യിലേന്തി. സീതാദേവി തീർത്ഥങ്ങളിൽ നിന്നുള്ള ജലം നിറഞ്ഞ കുംഭം വഹിച്ചു. അംഗദൻ വാളും ജാമ്പവാൻ ഋഷരാജാവ് പരിചയം പിടിച്ചു. ലക്ഷ്മണനും സീതാദേവിയുമൊത്ത് ശ്രീരാമചന്ദ്രൻ എല്ലാ ബന്ധുജനങ്ങളെയും കണ്ടു. അതിനുശേഷം വസിഷ്ഠ മഹർഷി ശ്രീരാമചന്ദ്രനെ രാജാവായി അഭിഷേകിച്ചു. ശ്രീരാമചന്ദ്രന്റെ അയോധ്യയിലെ ഭരണത്തിന്റെ ചെറിയൊരു വർണ്ണനയോടെ അധ്യായം അവസാനിക്കുന്നു. ശ്രീരാമചന്ദ്ര ഭഗവാൻ കി ജയ്. ആരും പറയുന്നില്ല. ശ്രീരാമചന്ദ്ര ഭഗവാൻ കി ജയ്. അപ്പം രാമായണം ഫുള്ള് നമ്മൾ കഴിഞ്ഞു. എത്ര പെട്ടെന്ന് കഴിഞ്ഞു. ഇവിടെ ശ്രീരാമചന്ദ്രൻ വന്നതിന്റെ എല്ലാ ഉദ്ദേശവും ഇതിനകത്ത് കാണിച്ചു. അഹങ്കാരം ശമിപ്പിക്കുന്നതിന്, കാമവാസനകളെ ശമിപ്പിക്കുന്നതിന്. ഇവിടെ ശൂർപ്പണഖ ശ്രീരാമചന്ദ്രന്റെ അടുത്തെത്തുമ്പോൾ ശ്രീരാമചന്ദ്രൻ ഏകപത്നി വ്രതനാണ്. ഒരു രാജാവ് എങ്ങനെ ആയിരിക്കണം എന്ന് കൂടി കാണിച്ചു തരുന്നു. ആക്ച്വലി ഇക്കാലത്ത് ഏകപത്നി വ്രതക്കാരൻ പോലും രാജ്യം ഭരിക്കാൻ പാടില്ല. ബ്രഹ്മചാരി തന്നെ ആയിരിക്കണം രാജ്യം ഭരിക്കേണ്ടത്. കാര്യം കാലത്തിന്റെ അപചയം അങ്ങനെയാണ്. ഇപ്പൊ ഇവിടെ ഇതെല്ലാം കണ്ട് വരുണന്റെ അടുത്ത് ചെല്ലും. വരുണൻ അന്നേരം കുറച്ച് ഗർവ് കാണിക്കും. കാര്യം പറയുന്നുണ്ട് ഭഗവത്ഗീതയില് ഭഗവാന്റെ ജന്മകർമ്മജമേ ദിവ്യം. സ്മിതമായി എടുത്തോണേ ആ ശ്ലോകം. ഭഗവാന്റെ ജനത്തെ കുറിച്ചും ഒന്നും ലീലകളെ കുറിച്ചൊന്നും ദേവന്മാർക്കോ ആർക്കുമോ അറിയുകയില്ല. ബ്രഹ്മാവിന് പോലും അബദ്ധം പറ്റിയിട്ടുണ്ട്. വരുണദേവൻ ഒന്ന് ഗർവ് കാണിച്ചു. ശ്രീരാമചന്ദ്രന്റെ ആ ദേഷ്യം പിന്നീട് രാവണന്റെ നേർക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഭാര്യയുടെ അടുത്ത് പോലും ആ ദേഷ്യഭാവം വന്നിട്ടില്ലായിരുന്നു. അത്രയും രോഷാകുലനായി ശ്രീരാമചന്ദ്രൻ. ആ രോഷാകുലനായി വെള്ളം നീരാവിയായി പോകുന്ന ഒരു ഘട്ടത്തിലെത്തി. നീരാവിയായി വെള്ളം തിളച്ചു. അപ്പോൾ വരുണദേവൻ മുകളിലോട്ട് വന്ന് ശ്രീരാമചന്ദ്രന്റെ പാദങ്ങളിൽ നമസ്കരിച്ച് ശരണാഗതി അടഞ്ഞു. എന്റെ അറിവില്ലായ്മ കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് വരുണദേവൻ ആ ജലത്തിന്റെ ആ ഇളക്കത്തെ അവിടെ പിടിച്ചു നിർത്തി. അങ്ങനെ പിടിച്ചു നിർത്തി ശ്രീരാമചന്ദ്രൻ ആദ്യമായിട്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ടാക്കി. ഇനി നേരെ നമ്മൾ ശ്രീരാമചന്ദ്രന്റെ ലീലകളിലേക്ക് പോവുകയാണ്. ഈ ഭഗവാന്റെ ലീലകളും എല്ലാം കേൾക്കുന്നതും വായിക്കുന്നതും ഒന്നും വെറുതെ ആവത്തില്ല. രാമായണം 1 മാസം വായിക്കുമ്പം അത് വെറുതെ ചടങ്ങിന് വേണ്ടിയിട്ടല്ല. ഒന്നും കിട്ടത്തില്ല എന്ന് പറയുന്നതും വ്യർത്ഥമാണ്. കാര്യം ആചാര്യന്മാർ കൃത്യമായി പറഞ്ഞു വെച്ചിരിക്കുന്നു. തവ കഥാമൃതം തപ്ത ജീവനം കവിവിരീതിതം കൽമഷാപകം. ദശമസ്കന്ധത്തില് 31-ാമത്തെ അധ്യായത്തില്
9-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, അവകഥാമൃതം തത്വജീവനം അവിപരീതം കൽമഷാപകം ശ്രവണമംഗളം ശ്രീമതാതം ശ്രവണമംഗളം ശ്രീമതാതം വിഗൃണേതിയേ പൂരിതാ ജനാ വിഗൃണേതിയേ പൂരിതാ ജനാ അവകഥാമൃതം തപ്തജീവനം. ഗോപികമാര് ഭഗവാനെ കുറിച്ച് സ്തുതിക്കുകയാണ്. അവകഥാമൃതം തപ്തജീവനം അവിവേദിതം കൽമഷാപകം ശ്രവണമംഗളം ശ്രീമതാതം ശ്രവണമംഗളം ശ്രീമതാതം ഭുവിഗൃണേതിയേ പൂരിതാ ജനാ ഭുവിഗൃണേതിയേ പൂരിതാ ജനാ. ഇതിന്റെ ട്രാൻസ്ലേഷൻ സുധീർ പ്രഭു എടുത്തിട്ടുണ്ടോ? പ്രഭു ഇതിന്റെയാ? അവകഥാമൃതം തപ്തജീവനം കവിഭിരീതിതം ശ്രവണമം കൽമഷാപകം ശ്രവണമംഗളം ശ്രീമതാതം. അതിന്റെ ട്രാൻസ്ലേഷൻ എടുത്തോളൂ. സ്മിതമാജി വായിച്ചോളൂ. പ്രഭു ചാറ്റിലിട്ടിട്ടുണ്ട്, എല്ലാവർക്കും വായിക്കാം. ഓക്കെ, സുധീർ പ്രഭു വായിക്കൂ. ചാറ്റിലിട്ടിട്ടുണ്ട്. അവകഥാമൃതം തപ്തജീവനം. മീരാജി വായിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, വായിച്ചോളൂ. അർത്ഥം വായിച്ചോളൂ. The nectar of your words and the descriptions of your activities are the life and soul of those suffering in this material world. These narrations, transmitted by learned sages, eradicate one's sinful reactions and bestow good fortune upon whoever hears them. These narrations are broadcast all over the world and are filled with spiritual power. Certainly, those who spread the message of Godhead are most munificent. പിന്നെ മലയാളം അർത്ഥം ആർക്ക് പറയാം? നല്ല ഫ്ലൂവന്റിലി. എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഫ്ലൂവന്റിലി പറയാൻ അറിയില്ല. സുധീർ പ്രഭു പറഞ്ഞോളൂ. മൈക്ക് മ്യൂട്ടാണ്. മൈക്ക് മ്യൂട്ടാണ്. സുധീർ പ്രഭുവിന്റെ മൈക്ക് പറഞ്ഞോളൂ. അവകഥാമൃതം തപ്തജീവനം. The nectar of your words and the description of your activities are the life and the soul of those sufferings in the material world. ഭൗതിക ലോകത്തിൽ, ഈ ഭൗതിക ലോകത്തിൽ വിഷമിക്കുന്നവരുടെ വ്യസനിക്കുന്നവരുടെ മോക്ഷത്തിന്, അവരുടെ ആത്മാവിന്, അവരുടെ ജീവനുള്ള കാരണമാണ്. The nectar of your words and descriptions of your activities are പതിതാത്മാക്കളുടെ ജീവനും ജീവിതവും ആത്മാവുമാണ് അങ്ങയെക്കുറിച്ചുള്ള മധുരമായ അമൃതായ വാക്കുകൾ. The nectar of your words and the descriptions of your activities are the life and the soul of those sufferings in this material world. These narrations, transmitted by learned sages, eradicate one's sinful reactions and bestow good fortune upon whoever hears them. ഇത് വീണ്ടും വീണ്ടും ആചാര്യന്മാർ എടുത്തു പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ട്രൂ ട്രാൻസ്ലേഷൻ ആണെന്ന് അറിയില്ല. പക്ഷേ എങ്കിലും ഭഗവാന്റെ ഈ സ്തുതികള്, ഈ ഗുണങ്ങള്, ഈ ലീലകള് ആരൊക്കെ ശ്രവിക്കുന്നുവോ, ആരൊക്കെ ആലപിക്കുന്നുവോ,
അവർക്കെല്ലാവരുടെയും അവരെല്ലാവരും പാപ പ്രതികരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അവരുടെ എല്ലാം പാപങ്ങള് ഇല്ലാതാകും. പിന്നെന്താണ്? These narrations are broadcast all over the world and are filled with spiritual power. Certainly, those who spread the messages of Godhead are most beneficent. ഭഗവാന് അങ്ങേയറ്റം പ്രിയപ്പെട്ടവരാണ്. ഭഗവാന്റെ മഹിമകള്, ലീലകള് വായിക്കുന്നതും മറ്റുള്ളവർക്ക് പറഞ്ഞു കേൾപ്പിക്കുന്നതും ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. ഗോപികമാര് ഭഗവാനോട് പറഞ്ഞത് പിന്നീട് ശ്രേഷ്ഠനായ ആചാര്യന്മാര് നമുക്കും പറഞ്ഞു തന്നു. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ രാമായണം വായിക്കുന്നത്, ഇന്ന് നമ്മൾ ഇവിടെ ഒരുമിച്ച് ചേർന്ന് ഭാഗവതം വായിക്കുന്നത്, ഇന്ന് നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഭഗവത്ഗീത വായിക്കുന്നത്, പഠിക്കുന്നത്, നാമം ചൊല്ലുന്നത്. ഇതൊന്നും വെറുതെയല്ല, ഒന്നിനും വെറുതെയല്ല. നമ്മുടെ ജീവിതത്തിലെ പാപ പ്രതികരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഭഗവാനെ സ്തുതിക്കണം, കീർത്തിക്കണം, ഭഗവാനെ കുറിച്ച് എപ്പോഴും സംസാരിച്ചു കൊണ്ടേയിരിക്കണം. തവ കഥാമൃതം തപ്തജീവനം കവിഭിരീതികം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമതാതം അപ്പം രണ്ട് കാര്യം പറഞ്ഞു തന്നു. ശ്രീരാമചന്ദ്രന്റെ അവതാരോദ്ദേശം പറഞ്ഞു തന്നു. 3-ാമത്തെ അധ്യായത്തില് 21-ാമത്തെ ശ്ലോകം കൃത്യമായിട്ട് ആൾക്കാർക്ക് മറുപടി പറയാം. ഇനി രാമായണം കേട്ടത് കൊണ്ടുള്ള ഗുണം ദശമസ്കന്ധത്തില് 31-ാമത്തെ ചാപ്റ്റർ അല്ലെ, ദശമസ്കന്ധത്തില് 31-ാമത്തെ ചാപ്റ്ററില് 9-ാമത്തെ ശ്ലോകവും നമ്മൾ വായിച്ചു. ഇനി നമ്മൾ നേരെ ശ്രീരാമചന്ദ്രന്റെ നവമസ്കന്ധത്തിലെ 10ഉം 16ഉം 10ഉം 11ഉം അധ്യായങ്ങളിലൂടെ നമ്മൾ പോകും. ശ്രീ ശുക ഉവാച. അപ്പം ഞാൻ 4-5 ശ്ലോകം ഡയറക്റ്റ് വായിക്കും, പിന്നീട് അതിന്റെ വിവർത്തനങ്ങൾ ഓരോരുത്തരായിട്ട് വായിക്കണം. ശ്രീ ശുക ഉവാച. ശുകദേവ ഗോസ്വാമി ശ്രീമദ് മഹാഭാഗവതത്തില് വ്യാസ മഹർഷി സ്വന്തം അച്ഛൻ ശ്രീരാമചന്ദ്രനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇതാണ്. ഒരു പുത്രനും പിതാവും തമ്മിലുള്ള ബന്ധം ആത്മീയമായി കണക്റ്റഡ് ആയിരിക്കണം, സ്പിരിച്വലി കണക്റ്റഡ് ആയിരിക്കണം. വാൽമീകി മഹർഷി രാമായണത്തില് ശ്രീരാമചന്ദ്രനെ കൊടുത്തിരിക്കുന്ന മഹിമകളുടെ രുചി ഒട്ടും മാറാതെ ഭാഗവതത്തില് 2 അധ്യായങ്ങളിലായി വ്യാസമഹർഷി അതിനെ വീണ്ടും വിവരിക്കുന്നു. ആ വ്യാസമഹർഷി വിവരിക്കുന്നത് ശൗനകാദി മഹർഷികൾക്ക് മുമ്പിൽ ശുകദേവ ഗോസ്വാമി വീണ്ടും അവതരിപ്പിക്കുന്നു. ഇതാണ് ഗുരുശിഷ്യ ബന്ധം എന്ന് പറയുന്നത്. ശ്രീ ശുക ഉവാച. കട്വാംഗ ദീർഘവാദുച്ഛ രഘുസ്തസ്മാ പൃഥുശ്രവാഹ അജസ്തപോ മഹാരാജ തസ്മാത് ദശരഥോ അഭവത്. തസ്യാപി ഭഗവാനേഷ സാക്ഷാത് ബ്രഹ്മയോ ഹരിഃ അംശാംശേന ചതുർത്ഥാത് പുത്രത്വം പ്രാപ്തിതഃ സുരൈഃ രാമലക്ഷ്മണ ഭരത ശത്രുഘ്ന ഇതി സഞ്ജയാ. തസ്യാനുചരിതം രാജനൃഷിഭിസ്തത്വദർശിഭിഃ ശ്രുതം ഹി വർണ്ണിതം ഭൂരിത്വയാ സീതപതേർമുഹുഃ. ഗുരുവർത്തേ തക്തരാജ്യോപചരതനുവനം ഗുരുവർത്തേ തക്തരാജ്യോപചരതനുവനം പത്മപദ്ഭ്യാം പ്രിയായഃ പാണീസ്പർശാക്ഷമാഭ്യാം ഋജിത പധുരജോ യോ ഹരീന്ദ്രാനുജാഭ്യാം വൈരൂപ്യാക്ഷുർഭണഖ്യാം പ്രിയവിരഹരുഷ്യാരോപിത പ്രവിജുംബ സദാധിർബദ്ധസേതു ഹലോവദഹനഃ കോസലേന്ദ്രിയോ വദന്നഃ.
വിശ്വാമിത്രധ്വരേ യേന മാരീചാദ്യാ നിശാചരഃ പശ്യതു ലക്ഷ്മണഃ സവ്യഹതാനൈത പുങ്കവാകാ യോ യോഗവീരസ്മിതൗ തനുരശ്ചമുഗ്രം സീതാ സ്വയം വരഗൃഹേ ത്രിശിതോപനീതം ആദായ ബാലഗജ്ജലീല ഇവേഷു യഷ്ടീം സജീകൃതം നിവവിഗൃഹ്യ വ്യവജ്ഞമധ്യേ ചിത്വാനുരൂപ ഗുണശീല വയോംകരൂപം സീതാംബിതാം ശ്രിയം ഉരസി അവിലുപ്തമാനാ ചിത്വാനുരൂപ ഗുണശീല വയോംകരൂപം സീതാംബിതാം ശ്രിയം ഉരസി അവിലുപ്തമാനാ മാർഗേ വ്രജൻ ഭൃഗുപതേ വ്യാനയത്പരൂഢം ദർഭം മഹീമഹൃത യസ്തിർ അരാജബീജം യസ്സത്യഭാഷ പരിവീത വിദുർനിർദേശം സ്ത്രൈണസ്യ ചാപി ശിരസാ ജഹ്യഹേ സഭാര്യഃ രാജ്യം ശ്രിയം പ്രണയിനം ശ്രുതോ നിവാസം ത്വിക്വായ യൗവനം അസുമുക്ത സംഗഃ രാജ്യം ശ്രിയം പ്രണയിന സുഹൃതോ നിവാസം ത്വിക്വായ യൗവനം അസൂൻ മുക്ത സംഗഃ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അങ്ങനെ ശ്രീരാമചന്ദ്രൻ സ്വന്തം പിതാവിന്റെ വാക്കുകൾ കേട്ട് എല്ലാ രാജ്യവും എല്ലാം ഉപേക്ഷിച്ച്, കൊട്ടാരം ഉപേക്ഷിച്ച്, ജനങ്ങളെ ഉപേക്ഷിച്ച്, സർവ്വതും ഉപേക്ഷിച്ച്, സർവസമ്പത്പ്രദവും ഉപേക്ഷിച്ചിട്ട്, സൗകര്യങ്ങളും ഉപേക്ഷിച്ച് സീതാദേവിയും അനുജനുമൊത്ത് കാട്ടിലേക്ക് യാത്രയായി എന്നത് വരെയാണ് നമ്മള് വായിച്ചു നിർത്തിയത്. ഇതിന്റെ വിവർത്തനം സ്മിതമാതാജി തന്നെ തുടങ്ങി, നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. പ്രഭു ആ PDF തന്നെയല്ലേ? എനിക്ക് കിട്ടിയില്ല. PDF തന്നെ ഉള്ളത് ശ്രീരാമചന്ദ്രന്റെ ലീലകള് ശ്ലോകം 1, 2, 3, 4, 5, 6, 7, 8 വരെയാണ് വായിച്ചത്. 1 മുതൽ ശ്ലോകം 1 ശ്രീശുക ഉവാച തൊട്ട് അല്ലേ? അത് തന്നെ. ഓക്കെ, ഒരു കാര്യം ചെയ്യൂ, അതിന്റെ വിവർത്തനം സുമാരി സ്റ്റാർട്ട് ചെയ്തോളൂ, വായിച്ചോളൂ. ആ PDF എന്നിട്ടതാണ്? അന്ന് ഞാൻ ആദ്യം ഇട്ടത്, അന്ന് നമ്മൾ വായിച്ചത്. അതിപ്പോ ആരെങ്കിലും എടുത്തിട്ടാവോ? ഓക്കെ ഓക്കെ, വാട്സാപ്പിലാണോ? അതെ 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 അതെ. സുമാരി വായിക്കാൻ റെഡിയാണോ? വായിക്കാം. അപ്പോഴത്തേന് സ്മിതമാതാജിന്റെ PDF പേജ് ഇടും. ഓക്കെ, വായിച്ചോളൂ. ശ്രീശുക ഉവാച. വേണ്ട, വിവർത്തനം മാത്രം വായിച്ചാൽ മതി. വിവർത്തനം ഭാവാർത്ഥം മാത്രം വായിച്ചാൽ മതി. ശുകദേവ ഗോസ്വാമി പറഞ്ഞു, ഗഡ്വാഗ മഹാരാജാവിന്റെ പുത്രനായിരുന്ന ദീർഘബാഹു, അദ്ദേഹത്തിന്റെ പുത്രനായിരുന്നു പ്രസിദ്ധനായ രഘു മഹാരാജാവ്. രഘുവിൽ നിന്ന് അജനും, അജനിൽ നിന്ന് മഹാപ്രഭവാനായ ദശരഥ മഹാരാജാവും ജനിച്ചു. അത്രയല്ലോ ശ്ലോകം 1ന്റെ വിവർത്തനം. അതിന്റെ കണ്ടിന്യൂ ചെയ്തോളൂ. വിവർത്തനം മാത്രം, സെക്കൻഡിന്റെ വിവർത്തനവും ഭാവാർത്ഥം കണ്ടിന്യൂ ചെയ്തു. പരമ്പൊരുളായ ഭഗവാൻ ദേവന്മാർ പ്രാർത്ഥിച്ചപ്പോൾ തന്റെ വിസ്തരണത്തോടും വിസ്തരണത്തിന്റെ വിസ്തരണങ്ങളോടും കൂടി
നേരിട്ട് അവതരിച്ചു. അവരുടെ പുണ്യനാമങ്ങൾ രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നിങ്ങനെയായിരുന്നു. ഈ പ്രസിദ്ധങ്ങളായ അവതാരങ്ങൾ ദശരഥ മഹാരാജാവിന്റെ 4 പുത്രന്മാരുടെ രൂപത്തിൽ ഉദയം കൊണ്ടു. ശ്രീരാമനും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളായ ലക്ഷ്മണ, ഭരത, ശത്രുഘ്നന്മാരും ജീവിത തത്വങ്ങളല്ല, വിഷ്ണു തത്വങ്ങളാണ്. പരമദിവ്യോത്തമ പുരുഷൻ അനേകം രൂപങ്ങളിൽ അവതരിക്കുന്നു. അദ്വൈതം, അച്യുതം, അനാദി, അനന്തരൂപം അവയെല്ലാം ഏകവും സമാനവുമാണെങ്കിലും വിഷ്ണു തത്വത്തിന് അനേക രൂപങ്ങളും അവതാരങ്ങളും ഉണ്ട്. ബ്രഹ്മസംഹിത 5:39 സ്ഥാപിച്ചിട്ടുള്ളതുപോലെ രാമാദി മൂർത്തിഷു കലാനിയമേന തിഷ്ഠ. ഭഗവാൻ രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരുടേതുപോലെ പല രൂപങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. ഈ രൂപങ്ങൾ അദ്ദേഹത്തിന്റെ സൃഷ്ടിയിൽ എവിടെ വേണമെങ്കിലും സ്ഥിതി ചെയ്യാം. ഈ രൂപങ്ങളൊക്കെ സ്ഥിരമായി ശാശ്വതമായി നിലനിൽക്കും. വ്യത്യസ്ത ഭഗവത് രൂപങ്ങളായി നിലനിൽക്കും. തുല്യമായ ശക്തിയുള്ള പല മെഴുകുതിരികളോട് അവയെ സാദൃശ്യപ്പെടുത്താം. വിഷ്ണു തത്വങ്ങളായ രാമചന്ദ്രദേവനും ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരും തുല്യശക്തിയുള്ളവരാണ്. ദേവന്മാരുടെ പ്രാർത്ഥന അനുസരിച്ചാണ് അവർ ദശരഥ മഹാരാജാവിന്റെ പുത്രന്മാരായി വന്നത്. ഹരേ കൃഷ്ണ. കണ്ടിന്യൂഷൻ സുധീർ പ്രഭു വായിക്കാമോ? ഹരേ കൃഷ്ണ. അല്ലയോ പരിശുദ്ധ മഹാരാജാവേ, സത്യം ദർശിച്ചവരായ മഹാന്മാരായ പുണ്യപുരുഷന്മാരാൽ ശ്രീരാമന്റെ ദിവ്യലീലകൾ വർണ്ണിക്കപ്പെട്ടിരിക്കുന്നു. സീതാമാതാവിന്റെ ഭർത്താവായ ശ്രീരാമചന്ദ്രനെ കുറിച്ച് താങ്കൾ ആവർത്തിച്ച് ശ്രമിച്ചിട്ടുള്ളതിനാൽ ഞാൻ അവ ചുരുക്കി പറയുകയുള്ളൂ. ദയവായി ശ്രദ്ധിച്ചാലും. ഭാവാർത്ഥം: ഗവേഷണ ബിരുദങ്ങളുള്ളതിനാൽ വിദ്യാഭ്യാസപരമായി മുന്നേറിയവരെ ഭവിക്കുന്ന ആധുനിക രാക്ഷസന്മാർ രാമചന്ദ്ര ഭഗവാൻ പരമദൈവത്തിനല്ലെന്നും വെറുമൊരു സാധാരണ മനുഷ്യനാണെന്നും തെളിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ പണ്ഡിതരും ആധ്യാത്മികമായി മുന്നേറിയവരുമായ വ്യക്തികൾ ഒരിക്കലും ഈ ഭാവനകളെ അംഗീകരിക്കില്ല. പരമസത്യമറിയുന്ന തത്വദർശികൾ അവതരിപ്പിച്ചിട്ടുള്ള ശ്രീരാമനെയും അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെയും മാത്രമേ അവർ സ്വീകരിക്കൂ. ഭഗവത്ഗീതയിൽ 4.34 പരമദിവ്യോത്തമ പുരുഷൻ ഉപദേശിക്കുന്നു. തദ്വിദ്ധി പ്രതിപാദേന പരിപ്രശ്നേന സേവയ ഉപദേശയന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിനഃ. ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിച്ച് സത്യത്തെ കുറിച്ചറിയാൻ ശ്രമിക്കണം. അദ്ദേഹത്തെ സേവിക്കുക. അദ്ദേഹത്തിൽ നിന്ന് വിനയപൂർവ്വം ചോദിച്ചറിയുക. ആത്മസാക്ഷാത്കാരം നേടിയ ഒരാൾ സത്യം കണ്ടറിഞ്ഞിരിക്കുകയാൽ ജ്ഞാനം പകർന്നു തരാൻ അദ്ദേഹത്തിന് കഴിയും. ഒരാൾ തത്വദർശി അല്ലെങ്കിൽ പരമസത്യത്തെക്കുറിച്ച് പൂർണ്ണജ്ഞാനമില്ലെങ്കിൽ പരമപുരുഷന്റെ ചരിതങ്ങൾ വർണ്ണിക്കാൻ കഴിയുകയില്ല. അതിനാൽ രാമായണങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നവ അഥവാ ശ്രീരാമചന്ദ്രന്റെ കൃത്യങ്ങളുടെ ചരിത്രങ്ങൾ എത്രയോ എണ്ണമുണ്ടെങ്കിലും അവയിൽ പലതും യഥാർത്ഥത്തിൽ ആധികാരികമല്ല. ചിലപ്പോൾ സ്വന്തം ഭാവനയ്ക്കും ഊഹാപോഹങ്ങൾക്കും ഭൗതിക വികാര ചപലതകൾക്കും അനുസൃതമായി ശ്രീരാമന്റെ ചരിതങ്ങൾ വർണ്ണിച്ചു കാണാം. പക്ഷേ ശ്രീരാമന്റെ സ്വഭാവ സവിശേഷതകൾ ഭാവനാത്മകമായി കൈകാര്യം ചെയ്യാൻ പാടുള്ളതല്ല. ശ്രീരാമന്റെ ചരിതം വിവരിക്കവേ ശുകദേവ ഗോസ്വാമി പരിശുദ്ധ മഹാരാജാവിനോട് പറഞ്ഞു, താങ്കൾ ഇതിനകം ശ്രീരാമന്റെ ചരിതങ്ങളെ കുറിച്ച് കേട്ടുകഴിഞ്ഞു. 5000 വർഷങ്ങൾക്ക് മുമ്പ് അനേകം രാമായണങ്ങൾ ശ്രീരാമചരിതങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് വ്യക്തം. ഇപ്പോഴും അനേകമെണ്ണമുണ്ട്. പക്ഷേ നാം തത്വദർശികൾ ജ്ഞാനിന തത്വദർശിന എഴുതിയ ഗ്രന്ഥങ്ങൾ മാത്രമേ തിരഞ്ഞെടുക്കാവൂ. അല്ലാതെ ഒരു ഗവേഷണ ബിരുദത്തിന്റെ പേരിൽ അറിവുണ്ടെന്ന് അഭിമാനിക്കുന്ന പണ്ഡിത മാന്യന്മാരുടെ പുസ്തകങ്ങളല്ല. ശുകദേവ ഗോസ്വാമിയുടെ താക്കീതാണിത്. ഋഷി ബിസ് തത്വദർശിബി വാൽമീകി രചിച്ച രാമായണം ബൃഹത്തായ കാവ്യമാണെങ്കിലും അതേ ചരിതങ്ങൾ ശുകദേവ ഗോസ്വാമി ഏതാനും ശ്ലോകങ്ങളിലായി ചുരുക്കി പറഞ്ഞിരിക്കും.
ഇവിടെ ശ്രീമദ് മഹാഭാഗവതം പ്രഥമ സ്കന്ധത്തില് അധ്യായം 2-ലൂടെയും 3-ലൂടെയും പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ശുകദേവ ഗോസ്വാമിയും സൂത ഗോസ്വാമിയും പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട് ആരിൽ നിന്ന് ഭാഗവതവും രാമായണവും ഒക്കെ ശ്രവിക്കണം എന്നുള്ളത്. രാവിലെ മുഴുവൻ വായിച്ചിട്ട് വൈകിട്ട് നമ്മളത് 6 മണി 7 മണിയാകുമ്പോൾ ആളിനെ എവിടെ പോയി കാണാൻ പറ്റും? എവിടെ കാണാൻ പറ്റും? ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ളവരുടെ നിന്ന് രാമായണവും ഭാഗവതവും കേട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും ഗുണം? അതുകൊണ്ട് ഒരിക്കലും ലൗകികമായ കാമവാസനകളിൽ ഏർപ്പെട്ടവരിൽ നിന്നോ അല്ലെങ്കിൽ ഗുരു ശിഷ്യ പരമ്പരയിലൂടെ അല്ലാതെ ഉള്ളവരിൽ നിന്നോ ഒരിക്കലും, മാത്രമല്ല സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടോ ഭാഗവതവും രാമായണവും കൊണ്ടു നടക്കുന്നവരിൽ നിന്ന് ഒരിക്കലും കേൾക്കാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് ഞാൻ പറയുന്നതല്ല, ശീലപ്രഭുപാദരും പറയുന്നതല്ല. ഈ ഭാഗവതം ആരാണോ രചിച്ചിരിക്കുന്നത്, വ്യാസമഹർഷിയും സുഖദേവ ഗോസ്വാമിയും ശവനകാദി മഹർഷികളും എടുത്ത് ഒന്നാമത്തെ സ്കന്ധത്തില് 2-മത്തെയും 3-മത്തെയും അധ്യായങ്ങളിൽ റിപ്പീറ്റഡായിട്ട് ആവർത്തിച്ച് പറയുന്നു. ആ ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ ഭഗവാനിൽ നിന്ന് നേരിട്ട് എടുക്കണം. ഭഗവാനിൽ നിന്ന് നേരിട്ട് എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഭഗവാനിൽ നിന്ന് ആരാണോ കണക്ട് ആയത്, ഭഗവാനിൽ നിന്ന് ആരാണോ ശ്രമിച്ചത് അവരിൽ നിന്ന് കേൾക്കണം. അവരിൽ നിന്ന് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ അവരിൽ നിന്ന് ആരാണോ ശ്രമിച്ചത് അവരിൽ നിന്ന് കേൾക്കണമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അല്ലെങ്കിൽ അലങ്കാരങ്ങളും പൊരിപ്പുകളും എല്ലാം ഇതിനകത്ത് മസാലകളെല്ലാം കൂടിച്ചേരുമ്പോഴത്തേന് ഭഗവാൻ ആരാണെന്നോ ഭഗവാൻ വന്നത് എന്താണെന്നോ എല്ലാം നമ്മൾ മറന്നു പോവുകയും നമ്മൾ വേറെ എന്തൊക്കെയോ ചിന്തിച്ചു പോവുകയും ചെയ്യും. അപ്പൊ ഇതിന്റെ കണ്ടിന്യൂഷൻ മീരാജി വായിച്ചിട്ട് റെഡിയാണോ? വായിക്കേണ്ട കണ്ടിന്യൂഷൻ പിതാവിന്റെ സത്യം പാലിക്കാൻ മീരാജി മ്യൂട്ടാണ്. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. സംസാരിക്കുമ്പോൾ മ്യൂട്ടാണ്. പിതാവിന്റെ സത്യം പാലിക്കാൻ രാമൻ ഉടൻ തന്നെ രാജപദവി ഉപേക്ഷിച്ചു. പത്നിയായ സീതാദേവിയാൽ അനുഗതനായി സീതയുടെ കരതല സ്പർശം പോൽ താങ്ങാനാവാത്തത്ര മൃദുലമായ പാദകമലങ്ങളോടെ കാടുതോറും അലഞ്ഞു. വാനര രാജാവായ ഹനുമാനും ഇളയ സഹോദരൻ ലക്ഷ്മണനും അദ്ദേഹത്തെ അനുഗമിക്കുകയും കാട്ടിൽ അലഞ്ഞ് തിരിയുക മൂലമുണ്ടായ തളർച്ച ശമിപ്പിക്കുകയും ചെയ്തു. ശൂർപ്പണഖയുടെ മൂക്കും ചെവികളും ഛേദിച്ച് അവളെ വിരൂപയാക്കിയതിനാൽ ഭഗവാന് സീതാദേവിയെ വേർപെടേണ്ടി വന്നു. കുപിതനായി പുരികങ്ങൾ വിറപ്പിച്ച് അദ്ദേഹം സമുദ്രത്തെ ഭയപ്പെടുത്തിയപ്പോൾ കടലിനു മുകളിൽ പാലം പണിയാൻ ഭഗവാനെ സമുദ്രം അനുവദിച്ചു. തുടർന്ന് കാടിനെ വിഴുങ്ങുന്ന കാട്ടുതീ എന്ന പോലെ രാവണനെ കൊല്ലുവാൻ ഭഗവാൻ രാവണ സാമ്രാജ്യത്തിൽ പ്രവേശിച്ചു. ആ പരമപുരുഷൻ ശ്രീരാമചന്ദ്രൻ നമ്മെ രക്ഷിക്കട്ടെ. ശ്രീരാമചന്ദ്ര ഭഗവാൻ കി ജയ്. വിദ്യാർത്ഥിക്ക് മലയാളം വായിക്കാൻ അറിയാമോ? മലയാളം വായിക്കുമോ? വിദ്യാർത്ഥി മലയാളം വായിക്കുമോ? എന്നാലും ഒന്ന് ട്രൈ ചെയ്യൂ. 2 വരിയെങ്കിലും വായിക്കാം. ചെറിയൊരു ശ്ലോകമാണ്. വിശ്വാമിത്രന്റെ യാഗസ്ഥലത്ത്. വേറെ ദിവസം ട്രൈ ചെയ്യാം. ഓക്കെ. ഇതിന്റെ കണ്ടിന്യൂഷൻ ഡോക്ടർ ജി വിവർത്തനം വായിച്ചാൽ മതിയോ? അതെ. വിശ്വാമിത്രന്റെ യാഗസ്ഥലത്ത് അയോധ്യ ചക്രവർത്തിയായ രാമൻ അനേകം അസുരന്മാരെയും നിഷ്ഠാചരന്മാരായ രാക്ഷസന്മാരെയും വധിച്ചു. ലക്ഷ്മണന്റെ സാന്നിധ്യത്തിൽ ഈ ദുഷ്ടശക്തികളെ നിഗ്രഹിച്ച ഭഗവാൻ രാമചന്ദ്രൻ ഞങ്ങളെ സംരക്ഷിക്കാൻ കനിവ് കാട്ടട്ടെ. ശ്രീരാമചന്ദ്ര ഭഗവാൻ കി ജയ്. എങ്ങനെയുള്ള ഭഗവാനാണോ ആ ഭഗവാന്റെ സവിശേഷതകളെ നമ്മൾ വർണ്ണിച്ചിട്ട് ഭഗവാനെ ശ്രീരാമചന്ദ്ര അങ്ങനെയുള്ള അങ്ങിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ എന്നാണ് പറയുന്നത്. എത്ര സുന്ദരമായ ശ്ലോകം. ഓക്കെ. അതിന്റെ കണ്ടിന്യൂഷൻ വായിച്ചോളൂ. അല്ലയോ രാജാവേ, അല്ലയോ രാജാവേ, പോയില്ല.
എനിക്ക് വയ്യ. എത്രയായിരുന്നു നമ്പർ? എത്രയായിരുന്നു നേരത്തെ വായിച്ചതിന്റെ ബാലൻസ്? ശ്ലോകം 6-7 അർത്ഥം വിവർത്തനം. 6-7 വിശ്വാമിത്രന്റെ യാഗസ്ഥലത്ത് അതന്നെ. അതിന്റെ വിവർത്തനം അതല്ലേ ഇപ്പൊ വായിച്ചത്? അത് കഴിഞ്ഞിട്ടുണ്ട്. പേജിന്റെ മുകളിൽ 8 എഴുതി കാണിക്കും, കണ്ടോ? 8 വിവർത്തനം. ഇത് പേജിന്റെ മുകളിൽ 8. ഇത് അല്ലയോ രാജാവേ. അല്ലയോ രാജാവേ. ഒരു ആനക്കുട്ടിയുടേതുപോലെ രസകരമാണ് രാമചന്ദ്രന്റെ ലീലകൾ. സീതാദേവി സ്വയംവരത്തിന് ഒരുങ്ങി നിന്ന സഭാമണ്ഡപത്തിൽ ലോകൈക വീരന്മാരുടെ മധ്യത്തിൽ വെച്ച് അദ്ദേഹം പരമശിവന്റെ വില്ല് മുറിച്ച് ചുമക്കാൻ 300 പേർ വേണ്ടി കനമുള്ളതായിരുന്നു ആ വില്ല്. എന്നാൽ ശ്രീരാമൻ ഒരു ആനക്കുട്ടി കരിമ്പന തണ്ടു മുറിക്കും പോലെ ആ വില്ല് വളച്ച് കുലച്ച് നടുവിൽ വെച്ച് ഒടിച്ചു. അങ്ങനെ ഭഗവാൻ തുല്യമായ രൂപം, സൗന്ദര്യം, സൗശീല്യം, വയസ്സ്, പ്രകൃതം എന്നിങ്ങനെയുള്ള ദിവ്യഗുണങ്ങളുള്ള സീതയുടെ കരം ഗ്രഹിച്ചു. തീർച്ചയായും സദാ ഭഗവാന്റെ മാരണത്തിൽ വിശ്രമിക്കുന്ന ഐശ്വര്യ ദേവതയാണ് സീത. അക്ഷരാർത്ഥികളുടെ സദസ്സിൽ വെച്ച് സീതയെ നേടി മടങ്ങുന്ന വഴി ശ്രീരാമൻ പരശുരാമനെ കണ്ടുമുട്ടി. 21 വട്ടം ഭൂമിയിലെ രാജവംശങ്ങളെയൊക്കെ കൊന്നൊടുക്കി അഹങ്കാരം പൂണ്ടിരുന്ന പരശുരാമൻ രാജവംശനായ ക്ഷത്രിയനെ പോലെ കാണപ്പെട്ട ഭഗവാനാൽ തോൽപ്പിക്കപ്പെട്ടു. ഹരേ കൃഷ്ണ. ഇതിന്റെ ബാലൻസ് സ്മിതമാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ശ്ലോകം 8 വിവർത്തനം. ഭാര്യയ്ക്ക് നൽകിയ വാഗ്ദാനത്താൽ ബദ്ധനായ പിതാവിന്റെ ആജ്ഞ നിറവേറ്റാനായി ശ്രീരാമൻ സാമ്രാജ്യം, ഐശ്വര്യം, സുഹൃത്തുക്കൾ, അഭ്യുദയകാംക്ഷികൾ, ഗൃഹം എന്നിവയെല്ലാം മുക്താത്മാവായ ഒരാൾ തന്റെ ജീവൻ വെടിയും പോലെ വെടിഞ്ഞ് സീതയോടൊപ്പം വനവാസത്തിനു പോയി. ഭാവാർത്ഥം: ദശരഥ മഹാരാജാവിന് 3 ഭാര്യമാരുണ്ടായിരുന്നു. അവരിൽ ഒരാളായ കൈകേയി രാജാവിനെ സേവനത്താൽ സന്തോഷിപ്പിച്ചതിനാൽ അവർക്കൊരു വരം നൽകാൻ അദ്ദേഹം ഒരുങ്ങി. പക്ഷേ ആവശ്യമുള്ളപ്പോൾ ചോദിച്ചു കൊള്ളാമെന്നാണ് കൈകേയി പറഞ്ഞത്. രാമചന്ദ്രകുമാരന്റെ അഭിഷേക വേളയിൽ കൈകേയി തന്റെ പുത്രൻ ഭരതന് സിംഹാസനം നൽകണമെന്നും രാമചന്ദ്രനെ കാട്ടിലേക്ക് അയക്കണമെന്നും ഭർത്താവിനോട് അപേക്ഷിച്ചു. തന്റെ വാഗ്ദാനത്താൽ ബദ്ധിതനായ ദശരഥൻ തന്റെ പ്രിയയുടെ ആജ്ഞയനുസരിച്ച് രാമചന്ദ്രനോട് കാട്ടിൽ പോകാൻ നിർദ്ദേശിച്ചു. അനുസരണയുള്ള പുത്രനായി ശ്രീരാമൻ ആ ആജ്ഞ ഉടൻ സ്വീകരിച്ചു. ഒരു മുക്താത്മാവോ മഹായോഗിയോ ഭൗതികാസക്തി കൂടാതെ ജീവൻ ഉപേക്ഷിക്കുന്നത് പോലെ അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ചു. ശ്രീരാമചന്ദ്ര ഭഗവാൻ കി ജയ്. 6 ഐശ്വര്യങ്ങളും നിറഞ്ഞു. നോക്കൂ, ആ പരിത്യാഗം എന്നുള്ള ആ ശ്രേഷ്ഠത അത് ഭഗവാന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഹരേ കൃഷ്ണ. ഇന്ന് ഹരേ കൃഷ്ണ കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഇന്ന് അങ്ങനെ ശ്രീരാമചന്ദ്രന്റെ ലീലകൾ നമ്മള് ഒരു ഭാഗം പറഞ്ഞ് നിർത്തി. ഇതിനെക്കുറിച്ച് ആക്ഷേപങ്ങൾ, അഭിപ്രായങ്ങൾ എല്ലാം പറയുന്നതിന് മുമ്പിട്ട് പാടാം. ആര് റെഡി ആയിട്ടുണ്ട്? കമല് റെഡിയാണോ പാടാൻ? സ്മിതമാതാജി എന്തെങ്കിലും ഇതിനെക്കുറിച്ചുള്ള സമ്മറൈസ്ഡ് പോയിന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റെഡിയാക്കി വെക്കുക. അതുപോലെ തന്നെ സുധീർപ്പുവും കാര്യങ്ങള് പറയാം. കമല് റെഡിയാണോ പാടാൻ? ഇന്ന് മീരാജി അല്ലേ പാടാന്ന് പറഞ്ഞു? കമലൊന്നുമില്ല. ഓക്കെ, ഇന്ന് മീരാജി അല്ലേ പാടാന്ന്?
എന്തോ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ എന്തോ വിദ്യാജി എന്തോ പാടുന്നുണ്ടോണു കൈ അല്ലെ? വിദ്യാജി എന്തോ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു അല്ലേ? ഞാൻ പറഞ്ഞിരുന്നു. മീരാജി പാടിക്കോളൂ. എനിക്ക് പാടും. ഓക്കെ, കനശ്യാമൻ റെഡി ആണെങ്കിൽ റെഡി ആയിട്ടിരിക്കുക അടുത്തത് പാടാൻ. ജയ ജനാർദ്ദന കൃഷ്ണ രാധികാ പദേ ഗരുഡ വാഹന കൃഷ്ണ ഗോപികാ പദേ നയന മോഹന കൃഷ്ണ നീരജേക്ഷണ സുജന ബാന്ധവ കൃഷ്ണ സുന്ദരാകൃതേ മദന കോമള കൃഷ്ണ മാധവ കൃഷ്ണ വാസവാനുജ വരഗുണാകര കൃഷ്ണ വൈഷ്ണവാകൃതേ സുരുചിരാനന കൃഷ്ണ ശൗരവാരിധേ മുരഹര വിഭോ കൃഷ്ണ മുക്തിദായക വിമല പാലക കൃഷ്ണ വല്ലഭീപദേ കമലലോചന കൃഷ്ണ കാമ്യദായക ജയ ജനാർദ്ദന കൃഷ്ണ രാധികാപദേ വിമല ഗാത്രന കൃഷ്ണ ഭക്തവത്സല ചരണ പല്ലവം കൃഷ്ണ കരുണ കോമളം കുവളൈ അത് കിട്ടുന്നില്ല. അത്ര മതി പ്രഭു, നീ അടുത്ത ആഴ്ച പാടാം. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇത്ര പാടിയല്ലോ. താങ്ക് യു വെരി ഗുഡ്. പ്രത്യേകം ഒരു ക്ലാപ്പ് ചെയ്യണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കനശ്യാമൻ റെഡിയാണോ? ഹരേ കൃഷ്ണ. പാടിക്കോളൂ. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. വെരി ഗുഡ്. മണിലാൽജി കനശ്യാമിന്റെ മുഖം ഒന്ന് കണ്ടെങ്കിൽ കൊള്ളാമെന്നുണ്ട്. കനശ്യാം വീഡിയോ ഓൺ ചെയ്യൂ. ഹരേ കൃഷ്ണ. കനശ്യാം വീഡിയോ ഓൺ ചെയ്യാൻ പ്രയാസമാണ്. കനശ്യാം വീഡിയോ ഓൺ ചെയ്യൂ. ഇതെല്ലാം അമ്പലത്തിൽ നമ്മളെ ദീപാരാധനയ്ക്ക് കാത്ത് നടക്കാൻ കാത്തേക്ക് നമുക്ക്. കനശ്യാം വീഡിയോ ഓൺ ചെയ്യൂ. ഓക്കെ, കനശ്യാം വീഡിയോ ഓൺ ചെയ്തു. ഹരേ കൃഷ്ണ. പാട്ട് നന്നായിരുന്നു കേട്ടോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, ചന്തു റെഡിയായോ? ഒരു 2 മിനിറ്റ് പ്രഭു. അപ്പം സുധീർ പ്രഭു അവിടെ, സുധീർ പ്രഭുവിനും പാടാം. കമല് റെഡി അല്ലെങ്കിൽ അച്ഛൻ റെഡി അല്ലേ? നെക്സ്റ്റ് വീക്ക്. ഓക്കെ, ഇനി ഒരാള് പെൻഡിങ് ഉണ്ട്. ഡോക്ടർ ജി ആരാണെന്ന് അറിയാമല്ലോ. അത് ആശ കുറെ നാളോട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇനി ഒട്ടും പുറമോട്ട് പോകാൻ പാടില്ല. ഇന്നിപ്പോ ഇന്ന് ഒന്നുകൂടെ പറഞ്ഞ നാമം ചൊല്ലുന്ന കണക്കെങ്കിലും പാടി പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഒരു മാതൃകയാണത്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ് അതുപോലെ പാടിയാൽ മതി. ഞാൻ ആദ്യം പറഞ്ഞ അതുപോലെ മീരാജി അത് അനുസരിക്കുന്നില്ലേ? അനുസരണ വേണ്ട, ശ്രമിച്ചിട്ടുണ്ട്. ശ്രമിച്ച് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അതൊരു അനുസരണയല്ലേ?
നമ്മുടെ സന്ധ്യാനാമങ്ങളും രാമ 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 രാമ. ആശയെക്കൊണ്ട് ചെറുതായിട്ട് പാടിക്കാം. ഡോക്ടർജി തന്നെ സന്ധ്യാനാമം തന്നെ അല്ല സന്ധ്യാനാമം ഞാൻ ചൊല്ലിക്കാം, കുഴപ്പമില്ല. ഇതെങ്കിലും പാടിക്ക. രാമ 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 രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ. എല്ലാ വീടുകളിലും പ്രതിസന്ധികളിലും നമ്മുടെ വീട്ടിലുള്ള എല്ലാ വീടുകളിലും എല്ലാ അമ്മമാരും പാടി തെളിഞ്ഞ് വന്ന ഒരു മഹനീയമായ ശ്രീരാമസ്തുതി. തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാം. അറിയില്ല എന്ന് പറയുന്നത് വെറുതെ ഒരു എക്സ്ക്യൂസ് ആണ്. ഹരേ കൃഷ്ണ. അടുത്ത ആഴ്ച നമ്മൾ പാടിയിരിക്കും. വിദ്യാജി ഉണ്ടോ? പ്രഭു, ഞാൻ ഇവിടെ ഉണ്ട്. ഉണ്ടെന്നറിയാം. പാടുന്നുണ്ടോ? അടുത്ത പ്രാവശ്യം അടുത്ത പ്രാവശ്യം. ഓക്കെ, ഞാൻ വീണ്ടും സ്മിതമാതിരിക്കുകയാണ്. ഇതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ കൂടുതൽ സ്പൈസസ് അഡീഷൻസ് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. കേൾക്കാനും അറിയാനും കാത്തിരിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് രാമായണത്തിലെ 24,000 ശ്ലോകങ്ങൾ ഉണ്ട് എന്നാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു രാമായണത്തിന്റെ കഥകള് ഈ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. പക്ഷെ അവര് രാമായണം എന്നുള്ള രീതിയിലല്ല അറിയുന്നത്. ഞാൻ അതിന് എക്സാമ്പിൾ പറഞ്ഞു. തായ്ലൻഡിന്റെ കാര്യം പറഞ്ഞു, ഇന്തോനേഷ്യയുടെ കാര്യം പറഞ്ഞു, എത്യോപ്യയുടെ കാര്യം പറഞ്ഞു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് രാമൻ എന്ന് പറയുന്നത് ഭഗവാൻ ലോർഡ് വിഷ്ണു ആണ്. ലക്ഷ്മണൻ എന്ന് പറയുന്നത് അനന്തശേഷനാണ്. ഭരതൻ ശംഖും ശത്രുഘ്നൻ സുദർശനുമാണ്. ഹരേ കൃഷ്ണ. ഇനി ഈ രാമായണത്തിന്റെ സ്റ്റോറിന്ന് നമ്മള് 3 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് എന്റർടൈൻമെന്റ്, അതായത് ഭഗവാന്റെ കഥകള്, അതിലുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്ന പോലെയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻറിച്ച്മെന്റ്, അതായത് അത് ലൈഫിൽ എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അതിന്ന് പഠിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എൻലൈറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് അനുഭവിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആ കഥാപാത്രങ്ങളിലൂടെ നമ്മളും ജീവിച്ച് നമ്മളത് മനസ്സിലാക്കുന്നു. അപ്പൊ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് കാതുകൾക്കും, എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത് മനസ്സിനും, എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്നത് സോളിനും ഇന്റലിജൻസിനും ഉള്ളതാണ്. അപ്പൊ ഇതാണ് 3 പോയിന്റ് നമ്മൾ രാമായണത്തിന്റെ സ്റ്റോറിന്ന് നമ്മൾ പഠിക്കുന്നത്. ഇനി ഈ സ്റ്റോറിയുടെ തീം അല്ലെങ്കിൽ ഇതിലത്തെ ലൈഫ് ലെസൺസ് നമ്മൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. വളരെ വലിയ നല്ല മാറ്റങ്ങൾ നമ്മൾക്ക് ഉണ്ടാവും. അപ്പൊ ഞാൻ ഇത്രയെന്ന് പറയുന്നുള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ കുറച്ചേ ഉള്ളെങ്കിലും ഒരു സത്താണ്. നമ്മള് രാമായണം വായിക്കുന്നതിന്റെ ഗുണം, രാമായണം വായിക്കുന്നതിന്റെ ഉദ്ദേശം, ശ്രീരാമചന്ദ്രന്റെ അവതാര ഉദ്ദേശം എല്ലാം വളരെ ഭംഗിയായിട്ട് 2-3 വരികളിൽ മാത്രമായിട്ട് പറഞ്ഞു നോക്കുന്നു. ഇത്രയേ ഉള്ളു കാര്യം. രാമായണം കഴിഞ്ഞു. നമ്മളെല്ലാവരും രാമായണം വായിച്ചു കഴിഞ്ഞു. ചന്തു റെഡിയല്ലേ? ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാഘവ സുന്ദര രാമ രഘുവര, 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 രാമ 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 പാഹി മാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം, രാമ 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 പാഹി മാം,
രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം രാഘവ സുന്ദര രാമ രഘുവര രാഘവ സുന്ദര രാമ രാമ രഘുവര രാഘവ സുന്ദര രാമ രഘുവര രാഘവ സുന്ദര രാമ രഘുവര രാഘവ രഘുവര രാഘവ സുന്ദര രാമ രഘുവര രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാം പാഹി മാം രാമ 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 പാഹി മാം മുകുന്ദ രാമ പാഹി മാം മുകുന്ദ രാമ പാഹി മാം മുകുന്ദ രാമ പാഹി മാം. ചന്തു നന്നായിരുന്നു കേട്ടോ, പാട്ട് നന്നായിരുന്നു. പണ്ട് ഇത് ചന്തു ഇത് പാടിയപ്പോൾ ഞാൻ കൊച്ചിലെ വീട്ടിലെ നാമം ചൊല്ലിയ ആ കാലഘട്ടം എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. ആ വാക്കുകൾ എനിക്ക് വീണ്ടും ഓർമ്മ വന്നു പഠിക്കാതെ തന്നെ. എല്ലാ വർഷവും നാമം നമ്മളെ സീസൺ ഉണ്ട്, ശബരിമല സീസൺ, അതുപോലുള്ള സീസൺ നമ്മൾ വീട്ടിൽ നാമം ചൊല്ലും. ആ സമയങ്ങളിൽ നാമം ചൊല്ലിയത് ഓർമ്മ വന്നു. ഇത് സ്ഥിരമായിട്ട് ചൊല്ലുന്ന പദ്യങ്ങളുണ്ട്, ചില കാലഘട്ടങ്ങളിൽ ചൊല്ലുന്നതുകൊണ്ടല്ലോ. ചിലപ്പോൾ ഇതുപോലെ രാമായണ മാസങ്ങൾ പാടിയതായിരിക്കും അവർ, പക്ഷേ കറക്റ്റായിട്ട് കാലം ഓർമ്മ വരുന്നില്ല. പക്ഷെ എന്നാലും വീട്ടിൽ സ്ഥിരമായിട്ട് പാടുന്നതായിരുന്നു. ഹരേ കൃഷ്ണ. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എനിക്ക് ആ ഓർമ്മ വന്നതെന്നുള്ളത് മാത്രമല്ല, കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അല്ലേ ചന്തു? അപ്പം അങ്ങനെയൊക്കെയുള്ളതാണ്. ഇന്നത് നമ്മൾ ഡിജിറ്റലൈസേഷനിലോട്ട് വന്നു. ഇതിനെക്കുറിച്ച് സുധീർ പ്രഭു എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എല്ലാവരും? കാര്യം വീഡിയോ ചിലത് സ്ട്രക്ക് ആയിട്ടാണ് ഇരിക്കുന്നത്. സുധീർ പ്രഭു പറഞ്ഞോളൂ, എന്തെങ്കിലും അഡീഷൻസ്? നേരത്തെ പറഞ്ഞ പോലെ ഇത് ഭരണാധികാരികൾക്ക് മാത്രമല്ല, നമ്മളെപ്പോലുള്ള വീട്ടില് അല്ലെ ഗൃഹസ്ഥന്മാർക്കും എല്ലാം ഒരു മാതൃകയാണ് രാമന്റേത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രസിദ്ധി വന്നത് രാമന്റെ നാമങ്ങളാണ്. കൂടുതൽ വീടുകളിലും രാമനാമാണ് എപ്പോഴും വരുന്നത്. നമ്മളും അതിന്റെ ഒരു ഭാഗമായതില് സന്തോഷിക്കണം. ഇങ്ങനെ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗോപി പ്രഭുവിന്റെ ശബ്ദം ഒന്ന് കേൾക്കണം. ഇന്ന് ശരിയാകത്തില്ല. അതെ അതെ, ഗോപി പ്രഭുവിന്റെ ശബ്ദം കേട്ടില്ല, കുട്ടികളെ ആരെയും കണ്ടില്ല. സ്നേഹയൊക്കെ എവിടെ പോയി? ശബ്ദം കേട്ടാ മതി, ശബ്ദം. അതാണ് സ്നേഹ വിളിച്ചറിയുന്നുണ്ട്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആരെയും കണ്ടില്ല, കുട്ടികളെ തെളിച്ചിട്ടുണ്ട് നാട്ടിൽ. ഇല്ല, ഇച്ചിരി വെട്ടം വേണം. ലൈറ്റ് ബാക്കിൽ നിന്നാണ് പ്രശ്നം. ഓക്കെ, ഇപ്പൊ കുറച്ച് ബെറ്ററായി. അപ്പൊ ഞാൻ കേരളത്തിലെത്തിയ മുഖത്തൊക്കെ അറിയുന്നുണ്ട് ഐശ്വര്യം. അതല്ല, നമ്മള് ദുബൈയിൽ നിൽക്കുമ്പോൾ ഒരുപാട് ഇതില്ലേ നിയമങ്ങള്, കാര്യങ്ങള്, ഓരോ ഇതില്ലേ ചരട് പല്ലി പോലെ നമ്മളറിയാതെ നമ്മളെ വലിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ വരുമ്പോ നമ്മൾ കംപ്ലീറ്റ് ഫ്രീ ആണ്. ഞാനൊക്കെ എന്താ ചെയ്യോ, ഇവിടുത്തെ പ്ലെയിൻ കയറിയിട്ട് കൊച്ചിൻ അവിടെ എത്തുമ്പോഴേക്കും മുണ്ട് മടക്കി കുത്തും, തലയിൽ കേട്ടിട്ടുണ്ട്. അവിടെയുണ്ട്. കൊച്ചി എത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ദിലീപിന്റെ സിനിമയില്ലേ മൈ ബോസിന്റെ പോലെയാണ്. പെട്ടിയൊന്നും തൂക്കില്ല, പെട്ടിയൊന്നും എടുത്തു വെക്കില്ല, ആളങ്ങോട്ട് പോകും. എയർപോർട്ട് എത്തിയാൽ തന്നെ മാറി.
പിന്നെ പിന്നെ കൂടെ ഉള്ളവരെ ശ്രദ്ധിക്കത്തില്ലല്ലേ? അപ്പൊ ഇനി ഒരു കാര്യം ചെയ്യും, ട്രിവാൻഡ്രത്ത് ഇറങ്ങിയാൽ മതി അടുത്ത പ്രാവശ്യം. കൊച്ചിയിൽ ഇറങ്ങാം, ഇങ്ങോട്ട് വന്നാ മതി നമ്മളെ വീട്ടിലോട്ട്. തീർച്ചയായിട്ടും. ആ സ്നിഗ്ധ നേരത്തെ ഞാൻ മനസ്സിൽ വിചാരിച്ച ആ സമയത്ത് കണ്ടു, പോയത് അറിഞ്ഞില്ല കേട്ടോ. ഒന്ന് രണ്ടുപേരൊക്കെ മിസ്സിംഗ് ആണ്. വെച്ചാല് സതീഷ് ജിയെ കാണുന്നില്ല. ഏതുമല്ലേ മീരയുടെ ഈ സമയം കുറച്ച് മുൻപായതുകൊണ്ട് എല്ലാവർക്കും ഒരു ഡ്യൂട്ടി പ്രോബ്ലം. കുറച്ച് വർക്ക് ഈ മാസം കഴിയുമ്പോ നമുക്ക് പിന്നെ നോർമൽ ടൈം ആവുമല്ലോ. ഇന്ന് എല്ലാവർക്കും അവധിയല്ലേ അവിടെ? അതെ, പക്ഷെ എന്തോ വർക്കുകൾ ഉണ്ട്. അവധിയാണെങ്കിൽ അറിയാലോ. വർക്ക് മുടങ്ങി നമുക്ക് പ്രശ്നമില്ല. വർക്ക് മുടങ്ങില്ല. അല്ല, നമ്മൾ എന്നാലും അവരെ അറിയണമല്ലോ, നമ്മള് അവരെ പ്രസൻസ്. പിന്നെ അതെ അതെ, അവരില്ലെങ്കിൽ നമ്മൾ അവരെ കഴിഞ്ഞാൽ പിന്നെ നോർമൽ ടൈം ആകുമ്പോ എല്ലാവരും ജോയിൻ ചെയ്യൂലോ. പിന്നെ സതീഷ് ജിയുടെ കാര്യങ്ങളൊക്കെ സോമയുടെ വായിന്ന്. സതീഷ് ബിസി ആണോ അതാ ഇപ്പൊ അവിടെ ഇല്ലേ? മുഖങ്ങളൊന്ന് കാണിക്കാലോ. സ്നിഗ്ധ വന്നിട്ടുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഡോക്ടർജി, മകളവിടെ പോയി? മകൾ ഇന്ന് പിന്നെ ഡോക്ടർ ആനന്ദ് പുള്ളിക്ക് ഇന്ന് എക്സാം, MD എക്സാം ഇന്ന് തുടങ്ങി. മാർച്ച് 16 തുടങ്ങാനുള്ള എക്സാം ആയിരുന്നു. മാർച്ച് 16. അത് നീട്ടി വെച്ച് ഇന്ന് എക്സാം തുടങ്ങി. ഒരു പേപ്പർ ഇന്ന് കഴിഞ്ഞു. ഇനി 4-ാം തീയതി 8-ാം തീയതി പിന്നെ ഈ അടുത്ത മാസം 18-ാം തീയതി പരീക്ഷ കഴിയും. അപ്പം പിന്നെ പരീക്ഷ കഴിഞ്ഞതിന് ഇടയ്ക്ക് വിളിച്ചിരുന്നു, പരീക്ഷ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി പുള്ളിയായിട്ടുള്ള സംസാരിച്ചോണ്ടിരിക്കുകയായിരിക്കും. ആള് വരുന്നുണ്ട്, കുഴപ്പമില്ല. അവിടെ ഉറങ്ങിയായിരുന്നു, നിന്നെ തിരക്കുന്നുണ്ട്. ഇല്ല, ഇനിയിപ്പം മോക്ക് ഒളിച്ചു കളിക്കാൻ പറ്റില്ല. നേരത്തെ ആളിനെ അറിയത്തില്ലെന്ന് പറയാലോ. എല്ലാരെയും കണ്ടു, പരിചയപ്പെട്ടു. ഇപ്പൊ അതിലൊന്നും ആയി കഴിഞ്ഞു, പകപക്കായി കഴിഞ്ഞു, കുടുംബത്തിലൊരു അംഗമായി. അതെ, തീർച്ചയായിട്ടും. ഇനി കോൺട്രിബ്യൂഷൻസ് വേണം അല്ലേ? അതെ, കോൺട്രിബ്യൂഷൻസ് വേണം. അമ്മ പാടിയില്ലെങ്കിൽ ഞാൻ പാടിയിരിക്കും എന്ന് പറയണം. അതെ അതെ, ഉറപ്പായിട്ടും. മെറ്റൽ എംബോസിംഗില് കൃഷ്ണന്റെ പടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ, അതെല്ലാം. 2-3 പടങ്ങൾ ഡോക്ടർ എന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതെ അതെ, കൃഷ്ണന്റെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ലേഡി ഇരിക്കുന്ന അപ്പം നമ്മുടെ ഗ്രൂപ്പിൽ ഇടായിരുന്നില്ലേ ഡോക്ടർ? ഞങ്ങൾക്ക് ഗ്രൂപ്പിലിടാം നമുക്ക്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ജീവൻ തുടിക്കുന്ന പടങ്ങളായിരുന്നു. അതെ അതെ, അതുപോലുള്ളതുണ്ട്. ഹരേ കൃഷ്ണ. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ മരുമകൻ എന്തായിരുന്നു? ആനന്ദ് പേരല്ലേ? ഡോക്ടർ ആനന്ദ്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ എക്സാം ഒക്കെയാണ്, പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവസ്യജാഹം ഹൃദസന്നിവിഷ്ടോ മത്തസ്മൃതിജ്ഞാനം അപോഹനം ച വേദൈച്ച സർവേരഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേവജാഹം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ ഹരേ. സ്നേഹ, എന്താ വിശേഷങ്ങൾ? സ്നേഹയുടെ തീരുമാനങ്ങളൊക്കെ എന്തായി? ഭഗവാൻ തീരുമാനിക്കേണ്ടിരിക്കുകയാണ്. അയ്യോ, നമ്മളെല്ലാം ഭഗവാൻ വിടാൻ പറ്റത്തില്ല. നമ്മളുടെ ഭാഗം 50% തീർത്തെങ്കിൽ മാത്രമേ ഭഗവാൻ ഇടപെടത്തുള്ളൂ. 2ാമത്തെ ഭാഗമാണ് ഭഗവാൻ ഇടപെടത്തുള്ളൂ. ആദ്യത്തെ ഭാഗത്ത് ഇടപെടത്തില്ല. ആദ്യത്തെ ഭാഗം ഇല്ലെങ്കിൽ 2ാമത്തെ ഭാഗം ഇല്ല. എനിക്ക് അങ്ങനെ തോന്നുന്നു. അതെ മണിലാൽജി, നമ്മള് ചോയ്സ് കൊടുക്കുമ്പോൾ ഭഗവാൻ അതിനകത്തൊരു തീരുമാനം ഉണ്ടാകും. അതാണ്. അതുകൊണ്ട് സ്നേഹം തുടങ്ങി വെക്കണം എന്തായാലും. അതെ,
എന്തോ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇനി ഭഗവാൻ. അതെ ഡോക്ടർജി, അതെന്തോ ഭഗവാന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവര് തമ്മിൽ ഭഗവാനുമായിട്ടൊരു കൺവെർസേഷൻ നടന്നിട്ടുണ്ട്. അത് പുറത്തുവിടാൻ സമയമായിട്ടില്ല. അല്ല, അതുകൊണ്ടാണ് ഇനി ഭഗവാനെ വിട്ടുകൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞത്. അത് ശരി, അത് ശരി. സമർപ്പിച്ചിട്ടുണ്ട് 50%. അതെ. ഹരേ കൃഷ്ണ. എന്തായാലും എല്ലാ കാര്യങ്ങൾക്കും എല്ലാവർക്കും നന്മ വരട്ടെ. ഭഗവാന്റെ അനുഗ്രഹം എല്ലാ കാര്യങ്ങൾക്കും. റൈറ്റ് ചോയ്സ് ഉണ്ടാകട്ടെ. അതും അച്യുവിനാണെങ്കിലും റൈറ്റ് ചോയ്സ് ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ എന്തായാലും വീണ്ടും നമുക്ക് കണ്ടതിൽ വളരെ സന്തോഷം. വിദ്യാജി എന്തെങ്കിലും പറയാനുണ്ടോ? എന്റെ പോയിന്റ് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്നൊന്നും പറയാനില്ലേ ശ്രീരാമചന്ദ്രനെ കുറിച്ച്? ഇല്ല. അപ്പൊ അടുത്ത ആഴ്ച പറയും അല്ലേ? അതെ, അടുത്ത ആഴ്ച പറയും. അടുത്ത ആഴ്ച പാടും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വാഞ്ചാ കൽപതരൂപ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഏകം ശാസ്ത്രം ആര് ചൊല്ലും? സ്നേഹ ചൊല്ലിക്കൂടെ ഏകം ശാസ്ത്രം. कृष्णाय वासुदेवाय नमो नमः। कृष्णाय वासुदेवाय नमो नमः। वसुदेवसुतं देवं कंसचाणूरमर्दनं देवकी परमानन्दं कात्यायनी महामाये महायोगिनीश्वरी नमो वसुदेव देवी पतिव्रते कुलते नमः। श्रीकृष्ण शरणं मम दासोऽहं कृष्ण तवास्मि। श्रीकृष्ण शरणं मम दासोऽहं कृष्ण तवास्मि। श्रीकृष्ण शरणं मम दासोऽहं कृष्ण तवास्मि। हरे कृष्ण हरे कृष्ण हरे राम हरे राम हरे राम 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 हरे हरे। ലോകാः സമസ്താः സുഖിനോ ഭവन्तു. ശാന്തി ശാന്തി. അപ്പോൾ നമ്മൾ കൗണ്ട് ഡൗൺ എല്ലാവരും ഇനി എല്ലാവർക്കും ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് വേണം അടുത്ത സെഷനിലോട്ട് പോകാൻ അല്ലേ? ഹരേ കൃഷ്ണ. ഓക്കെ, വീണ്ടും കാണാം. ഹരേ കൃഷ്ണ. ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും സമക്ഷം സമർപ്പിക്കുക. ഓക്കെ, ഹരേ കൃഷ്ണ. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നു. 5 4 3 2 1 0.